നമസ്കാരം. ശബരിമലയില് കുറെ സഖാക്കൾ ചേർന്ന് അവിടുത്തെ സ്വർണം മോഷ്ടിച്ച് ശബരിമലയിലെ സ്വർണം മുഴുവൻ മോഷ്ടിച്ച് പങ്കിട്ടെടുത്ത്, അതായത് കട്ട് മോഷ്ടിച്ച് കൊണ്ടുപോയി അത് പങ്കിട്ടെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പാരഡി പാട്ട് വന്നു. ആ പാരഡി പാട്ട് ഇവിടെ CPM-ന്റെ അടപ്പൂരിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ മൂലക്കിരുത്തി. വെറും CPM അല്ല, കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന തുടർഭരണം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM, അതായത് ഇടതുപക്ഷ സർക്കാർ. ആ സർക്കാരിന്റെ മണ്ടയ്ക്കുള്ള ഒരു അടിയാണ് ആ പാട്ട്. കേവലം 1-2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു പാട്ട് ഇറങ്ങിയപ്പോൾ സർക്കാരിന്റെ 10 വർഷത്തെ അവരുടെ ഭരണമെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ സകല കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ പാട്ടിനെതിരെ അവർ ഉറഞ്ഞു തുള്ളാൻ സാധ്യതയുണ്ട് എന്നത് സത്യമാണ്. ഇപ്പൊ പറയുന്നത് ആ പാട്ട് എഴുതിയവനെതിരെ കേസെടുക്കാൻ പോകുന്നു, ആ പാട്ട് പാടിയവനെതിരെ കേസെടുക്കാൻ പോകുന്നു, പിന്നെ സ്വാഭാവികമായിട്ടും അത് ഷെയർ ചെയ്തവനെയും അത് കേട്ടവനെയും ഒക്കെ ഒരുപക്ഷെ കേസെടുക്കുമായിരിക്കും. ഏത് വകുപ്പാണ് ഇടുന്നത് എന്നതിനെ കുറിച്ച് ആശങ്കയൊന്നും വേണ്ട, വകുപ്പുകൾ ഇടാൻ മിടുക്കരാണ്. ഇനി അഥവാ വല്ല ജാമ്യം കിട്ടുന്ന വകുപ്പാണെങ്കിൽ കൂടി FIR മര്യാദയ്ക്കൊക്കെ എഴുതി ഇനി റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി 10-16 ദിവസമെങ്കിലും ചുരുങ്ങിയത് ജയിലിൽ കിടത്താൻ അവർക്ക് സാധിക്കും. ഇനി പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 90 ദിവസമൊക്കെ കിടത്താൻ അവർക്ക് സാധിക്കും. അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് വകുപ്പിടണം എന്നവരെ സഖാക്കളെ ഈ സർക്കാരിനെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ പാട്ട് പാടിയവരും ഷെയർ ചെയ്തവരെല്ലാം. പക്ഷെ പിണറായി ഒന്ന് മനസ്സിലാക്കണം, കേവലം ഒരു പാട്ടിൽ 2 വരികൾ പുറത്തു വന്നപ്പോ ഈ സർക്കാരിനെ മുഴുവൻ ആടി ഉലച്ച് സർക്കാരിന് താഴെ നിലംപരിശാകുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ, ആ പാട്ട് എഴുതിയവർക്കെതിരെ അത് പാടിയവർക്കെതിരെ നടപടി വന്നാൽ എന്തായിരിക്കും ഉണ്ടാകുക എന്ന് നേതൃത്വം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പോറ്റിയെ നിങ്ങൾ അവിടെ അമ്പലത്തിൽ നിയമിച്ചു, ക്ഷേത്രത്തിൽ നിയമിച്ചു, ശബരിമലയിൽ നിയമിച്ചു, പിന്നെ കുറെ സഖാക്കളെ നിങ്ങൾ അതിന് ചുറ്റും നിരത്തി. ഈ സഖാക്കളും പോറ്റിയും എല്ലാം കൂടി ശബരിമലയിലെ സകല സ്വർണം എടുത്തുകൊണ്ട് പോയി, വാതിൽക്കട്ടട എടുത്തുകൊണ്ട് പോയി, അതുപോലെ ദ്വാരപാലകന്മാരെ എടുത്തുകൊണ്ട് പോയി, പിന്നെ മച്ചിൽ എടുത്തുകൊണ്ട് പോയി, വാതിൽപ്പടി എടുത്തുകൊണ്ട് പോയി, സകലത്തിലെ സ്വർണം എടുത്തുകൊണ്ട് പോയി. അതായത് സ്വർണം എടുത്തുകൊണ്ട് പോയതിനു ശേഷം അത് ചെമ്പാക്കി. അങ്ങനെ സ്വർണം എടുത്തുകൊണ്ട് പോയതും അത് ചെമ്പാക്കിയതും സഖാക്കളാണ് എന്ന് പറഞ്ഞതിനാണ് കുഴപ്പം. അയ്യപ്പനോട് പറയണ സഖാക്കളാണ് അയ്യപ്പ. ഇത് പറഞ്ഞത് കുരുപൊട്ടി. ഇത് പറയുമ്പോൾ കുരുപൊട്ടുന്ന ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതായത് ഞങ്ങൾ പ്രവർത്തിക്കും, ഞങ്ങൾ എന്ത് തോന്നിയാസവും ചെയ്യും, ഞങ്ങൾ മോഷ്ടിക്കും, ഞങ്ങൾ പിടിച്ചു പറിക്കും, ഞങ്ങൾ സ്വർണം ചെമ്പാക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ നിങ്ങൾ അത് പറയാൻ പാടില്ല. ഞങ്ങൾ ബോംബ് പൊട്ടിക്കും, ഞങ്ങൾ വടിവാൾ വീശും, അതുപോലെ ഞങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും, ഇതെല്ലാം ചെയ്യും. നിങ്ങൾ അതിനെക്കുറിച്ച് രക്ഷം മിണ്ടാൻ പാടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം CPM-ന്റെ കോട്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുകയാണ്. അതായത് സ്വന്തം അണികൾക്ക് മടുത്തു. അങ്ങനെ മടുത്ത് അവർ കോൺഗ്രസിനെ വിജയിപ്പിച്ച് അവർ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ അന്ന് വടിവാളും കൊണ്ട് ഇറങ്ങിച്ചിരുന്ന ദൃശ്യങ്ങൾ ഞാനും നിങ്ങളും അടക്കം എല്ലാവരും കണ്ടല്ലേ, കേരളം മൊത്തം കണ്ടതല്ലേ. എന്നിട്ട് അവിടെ പൊട്ടിക്കാൻ ബോംബ് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അത് കയ്യിലിരുന്ന് പൊട്ടി ഒരുത്തന്റെ കൈപ്പത്തി പോയത് നമ്മൾ കണ്ടതല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓലപ്പടക്കമായി മാറി. ഈ ഓലപ്പടക്കം ഇങ്ങനെ പൊട്ടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പ് ഒരു വീട്ടിൽ നിന്ന് ഇതുപോലെ ഈർക്കിൽ പടക്കം കുറച്ച് പൊട്ടിയിരുന്നു. ആ പൊട്ടിയതിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനു മുമ്പ് നീർക്കോലി പടക്കം പൊട്ടി പരിക്ക് പറ്റിയ മരിക്കുകയും ചെയ്ത കുറച്ച് ആൾക്കാരെ ഞങ്ങളുടെ പാർട്ടിക്കാരല്ല എന്ന് ഈ CPM പറഞ്ഞിരുന്നെങ്കിലും കുറെ കാലം കഴിഞ്ഞപ്പോൾ അവരൊക്കെ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇതാണ്, ഞങ്ങൾ ഇതെല്ലാം ചെയ്യും, ഞങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും, ഞങ്ങൾ വടിവാളെടുത്ത് വിട്ടും, ഇവിടെ ചോരപ്പുഴ ഒരുക്കും. അതാണല്ലോ, ചോരപ്പുഴ ഒടുക്കാതെ ഒരു പാർട്ടി വികസനമില്ല. അതൊക്കെ ഞങ്ങൾ നടത്തും. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്വർണം മോഷ്ടിക്കും, ചിലപ്പോൾ അതിനെ ചെമ്പാക്കും, ചിലപ്പോൾ ഞങ്ങൾ ഉരുക്കി വെക്കും, ചിലപ്പോൾ അയ്യപ്പനെ ഞങ്ങൾ തൂക്കി വെക്കും. നിങ്ങളൊരു അക്ഷരം മിണ്ടാൻ പാടില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ പാടാൻ പാടില്ല, പറയാൻ പാടില്ല. എന്തൊരു ഭീകര ഒരു ഭരണമാണിത്. വടക്കൻ കൊറിയയിൽ പോലും ഇത്തരം ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. മിണ്ടുന്നവരെ മുഴുവൻ കേസെടുത്ത് അകത്താക്കുകയാണ്. ഇപ്പോ ശബരിമലയിൽ സ്വർണം കട്ടത് സഖാക്കളാണല്ലോ മുഴുവൻ കട്ടത്. അത് പറഞ്ഞതിനാണ് കുഴപ്പം. ആ സഖാക്കൾ കട്ടിട്ട് പാർട്ടി നടപടി ഏതെങ്കിലും ഒരു സഖാവിനെതിരെ ഉണ്ടായും. ആ പഴയ MLA അടക്കം ധാരാളം പേരുണ്ടല്ലോ, പാർട്ടി അണികളും അനുഭാവികളും പിന്നെ നേതാക്കന്മാരുമായിട്ടുള്ള പാർട്ടിയുടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവരുമായിട്ടുള്ള വലിയൊരു ഭാഗം ഉണ്ടല്ലോ. അറസ്റ്റുകൾ തുരുതുരാ വരെയാണ്. ആ കേസ് പോലും കോടതി മേൽനോട്ടം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇന്നോ കൂട്ടിക്കിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയധികം അറസ്റ്റ് നടന്നു, ഇത്രയധികം ഒരു ഭീകര സ്ഥിതി വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരു നടപടി വന്നതായിട്ട് അറിയൂ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേവലം ഒരു ആരോപണം വന്നപ്പോ ഇപ്പോ സെഷൻ കോടതിയും ഹൈക്കോടതിയും രാഹുലിന്റെ ആ കേസിൽ ഏകദേശം തീരുമാനമാക്കും എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ CPM നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരും ഈ CPM-ഉം സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള സ്വന്തം നേതാക്കളായിട്ടുള്ള ആൾക്കാർ
ശബരിമലയിലെ ഒരു വിശ്വാസ സമൂഹത്തിന്റെ മുഴുവൻ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയ കള്ളന്മാർക്കെതിരെ ഒരു നടപടി എടുക്കാത്തത്, പാർട്ടി നടപടി എടുക്കാത്തത്? രാഹുലിന്റെ വേട്ടയ്ക്ക് എന്ത് ഉത്സാഹമായിരുന്നു! എല്ലാം വളരെ വ്യക്തമായി ചെയ്യുന്ന ആൾക്കാരാണ് അത്രേ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അങ്ങേയറ്റമാണ് എന്നാണ് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങൾ CPM-ന്റെ മുഖമുദ്രയാണ്. എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്! അതുപോലെ വിശ്വാസം സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ വിശ്വാസം എന്താന്ന് ബാധകമല്ലായിരുന്നു? അവിടെ സുപ്രീം കോടതി എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഏതെങ്കിലും ഒരു പെണ്ണ് ശബരിമലയിലേക്ക് ഇരുമുടിയും കെട്ടി വരാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ, സ്വയം തയ്യാറായി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കയറ്റിവിടണോ വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ച പോരെ? സുപ്രീം കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇരുമുടിയെടുത്ത് തലവെച്ചുകൊണ്ട് കേറിക്കോ എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതാണോ ചെയ്യുന്നത്? അന്ന് ഈ വിശ്വാസത്തെ സംരക്ഷിക്കാത്ത, വിശ്വാസികളുടെ സമൂഹത്തിന്റെ വികാരം മനസ്സിലാക്കാത്ത, യാതൊരു ദാക്ഷിണ്യമില്ലാതെ പെരുമാറിയിട്ടുള്ള, പലരെയും പിടിച്ച് ജയിലിലാക്കിയിട്ടുള്ള ഈ പിണറായിസം ഇന്ന് ഒരു പാട്ടെഴുതിയതിന്റെ പേരിൽ അതേ ശബരിമലയിലെ വിശ്വാസികൾ താണും തഴുതും കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള സ്വർണം, പല ഭാഗത്തുനിന്നും വന്നിട്ടുള്ള ആ ശബരിമലയിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട്, അങ്ങനെ എടുത്തുകൊണ്ട് പോയ സ്വർണം ചെമ്പാണെന്ന് എഴുതി വെച്ചിട്ട്, അതിനെ രേഖകൾ ഉണ്ടാക്കി വെച്ചിട്ട്, അത് അങ്ങനെ പറ്റിച്ചെടുത്തതാണ്, കട്ടെടുത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് ഈ കള്ളന്മാരെ ഒരറ്റത്ത് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു നടപടി പോലും എടുക്കാത്ത ആ സർക്കാരാണ് ഇരുന്ന് പറയുന്നത് വിശ്വാസികളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അയ്യപ്പനെ കുറിച്ച് പാടിയിട്ടുള്ളത് ഒരു വിശ്വാസത്തിന്റെ ഒരു വിഷയമാണ്. അയ്യപ്പൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ശാസ്താവ് എന്നുള്ള വാക്ക് പ്രയോഗിച്ചത് വിശ്വാസികളുടെ നെഞ്ചത്തേക്കുന്ന കഠാരയാണ്. അതുകൊണ്ട് ആ പാട്ട് നിരോധിക്കും. ആ പാട്ട് എഴുതിയവനെ ഞങ്ങൾ പൂട്ടും, അവനെ അകത്താക്കും. അത് കേട്ടവനെയും അത് പാടിയവനെയും അത് ഷെയർ ചെയ്തവനെതിരെ കേസെടുക്കും. എന്തെല്ലാം കേസെടുക്കും? വകുപ്പുകളൊക്കെ ഇടാൻ അവർക്കറിയാം. ആദ്യമായിട്ടൊന്നുമല്ല അവർ കള്ളക്കേസ് എടുക്കുന്നതും വകുപ്പുകൾ എടുക്കുന്നതും പലരെ അകത്താക്കുന്നതും നമുക്കറിയാലോ. അവർക്ക് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടിക്കൊണ്ടെന്തെങ്കിലും ചെയ്യാന്നാ കരുതിയത്. പക്ഷെ പൂട്ടിയത് വിനയായി, വലിയ വിനയായി, വലിയ വില കൊടുക്കേണ്ടുന്നവർക്ക്. രാഹുൽ ഈശ്വര അകത്തിട്ട് എന്താ കാര്യം ഉണ്ടായത്? ഒരു കാര്യം ഉണ്ടായില്ല. 8 നിലയിൽ പൊട്ടി. ആകെ ഉണ്ടായൊരു നേട്ടം അങ്ങനെ പൊട്ടിയതിന്റെ അന്ന് രാഹുൽ ഈശ്വർക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല എന്നത് മാത്രമാണ്. അയാൾ പുറത്തുണ്ടായിരുന്നെങ്കിൽ അതും പറഞ്ഞേനെ. അപ്പോൾ ഈ വിശ്വാസ സമൂഹത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആരെയും എങ്ങനെയും പൂട്ടുമ്പോൾ വിശ്വാസികൾ സംരക്ഷണം ഇവിടെ ഈ സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ല. എന്ത് തോന്നിയ ദിവസം ഞങ്ങൾ കാണിക്കും, നിങ്ങൾ മിണ്ടാൻ പാടില്ല. ഞങ്ങൾ എന്തും കാണിക്കും, നിങ്ങൾ മിണ്ടാൻ പാടില്ല. അല്ല, ഞാൻ ആലോചിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ കുറച്ചു പേര് അറസ്റ്റിലാണ്, ഇനിയും കുറെ പേര് അറസ്റ്റ് ആകാനുണ്ട്. ഇങ്ങനെ സ്വർണം കട്ടതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിറങ്ങിയപ്പോ ആ പാട്ടിൽ ഈ പാർട്ടി ഒന്നാകെ തകർന്നു പോയിട്ടുണ്ടാക്കി. കേവലം ഒരൊറ്റ പാട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ കോടിക്കണക്കിന് ആൾക്കാർ കേട്ട് ഷെയർ ചെയ്ത് വൈറലായി. അവരുടെ സമ്മതിദാനാവകാശം ആ പാട്ടിലൂടെ തീരുമാനമാക്കാൻ ജനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ജനങ്ങൾ അത് ഹൃദയത്തിലേറ്റിട്ടുണ്ട്, നെഞ്ചേറ്റിട്ടുണ്ട്. കേവലം ഒരു പാരടി പാട്ടല്ല, അത് ജനങ്ങൾക്ക് ഇപ്പോ CPM പറയുന്നത് ശബരിമലയിലെ അയ്യപ്പനോടുള്ള വിശ്വാസത്തിന്റെ തീവ്രതയാണ് എന്നുണ്ടെങ്കിൽ, അത് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ തീവ്രതയിൽ ഈ പിണറായിസത്തോടും ഈ സർക്കാരിന്റെ നിലപാടുകളോടും എതിർപ്പാണ് തങ്ങൾക്ക് എന്ന് ഈ പാട്ട് ആസ്വദിക്കുന്നതിലൂടെ, അത് പാടുന്നതിലൂടെ, അത് പ്രചരിപ്പിക്കുന്നതിലൂടെ കേരളത്തിലെ ജനം കാണിച്ചു കൊടുക്കണമെന്ന് എന്താ ഈ മന്ദബുദ്ധികൾക്ക് മനസ്സിലാകാത്തത്? എന്താ മനസ്സിലാകാത്തത്? അവരത് മനസ്സിലാക്കണ്ടേ? കേവലം 2 വരികൾ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു തലസ്ഥാനം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കള്ളക്കേസ് മുഴുവൻ ആൾക്കാരുടെ പേരിൽ എടുക്കാൻ തുനിഞ്ഞാൽ ആ വരികൾ എഴുതിയവനെയോ ആ പാട്ട് പാടിയവനെയോ പേരിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നിയമ നടപടി എടുക്കാൻ ഇടയാവന്നു കഴിഞ്ഞാൽ കേരളത്തിലെ 3.5 കോടി ജനം ഏത് നിലയിലാരും പ്രതികരിക്കുക എന്നുള്ളത് CPM ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നിലവിൽ നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത 5 വർഷം കൂടി എങ്ങനെയെങ്കിലും പിണറായി ഭരിച്ചോട്ടെ, അത് കഴിഞ്ഞ ശേഷം ലോകത്തിലെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന കേരളത്തിൽ ലോകത്തിലെ അവസാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും ഉണ്ടായിക്കോട്ടെ എന്നങ്ങ് കരുതിയേക്കാമെന്ന്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്രയൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ഒരു 2-3 മാസം കഴിയുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ, അടുത്ത തെരഞ്ഞെടുപ്പ് ഉടനെ വരുന്നുണ്ടല്ലോ, അസംബ്ലി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM-നെ അറബിക്കടലിലേക്ക് ഒഴുക്കാൻ വേണ്ടി അവരുടെ തന്നെ ഈ കേസും ഈ വഴക്കും ഈ പുക്കാറും ഈ വിശ്വാസികളുടെ പേരിലുള്ള കള്ളക്കണ്ണീരൊഴുക്കലും പ്രതികാരവാചയും എല്ലാം ഇടയാക്കും എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. Different angles. Don't forget to subscribe and support this channel.